ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് എളുപ്പത്തിൽ ഒരു അടിപൊളി ദോശ ഉണ്ടാക്കാം. കാസർഗോഡെല്ലാം അധികം ആൾക്കാരും ബ്രേക്ക്ഫാസ്റ്റിന് എളുപ്പത്തിലാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് ദോശ ഉണ്ടാക്കലുള്ളത്. കൊല്ലത്തും ട്രിവാൻഡ്രത്തും ഉള്ള എൻ്റെ ഫ്രണ്ട്സിന് ഈ ടൈപ്പ് ദോശ അറിയേയില്ല. അവർക്ക് ഉഴുന്ന ദോശ മാത്രമേ അറിയൂ. അപ്പോൾ അവരെന്നെയാണ് പറഞ്ഞത് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ദോശേനെ നമ്മൾ നീർദോശ എന്നെല്ലാം പറയലുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. ഈ ദോശയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പച്ചരിയാണ് എടുക്കുന്നത്. 2 ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട്. ഇനി ഈ അരി നന്നായി കഴുകിയെടുത്ത ശേഷം വെള്ളം ഒഴിച്ചു കൊടുത്ത് കുതിർത്ത് വെക്കണം. ഇതിപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ തലേദിവസം രാത്രിക്ക് അരി കുതിർത്ത് വെച്ചാൽ മതിയാവും. ഇത് ഇന്നലെ വെള്ളത്തിൽ കുതിർത്ത് വെച്ച അരിയാണ്. ഇനി ഇത് അരച്ചെടുക്കണം. ഇതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലോട്ട് അരി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത് തേങ്ങയാണ്. തേങ്ങ ഒരു 4-5 സ്പൂൺ മതിയാവും. പിന്നെ ഒരു കയ്യിൽ ചോറും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായി അരച്ചെടുക്കണം. തേങ്ങയും ചോറും ചേർത്ത് കൊടുക്കാതെ അരി മാത്രം അരച്ചെടുത്തും നമുക്ക് ഈ ദോശ ഉണ്ടാക്കാൻ പറ്റും. ഇതും കൂടി ചേർത്ത് കൊടുത്ത് ഉണ്ടാക്കിയാൽ ദോശ കുറച്ചും കൂടി ടേസ്റ്റും സോഫ്റ്റും ഉണ്ടാവും. അപ്പോൾ ഇത് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിങ്ങനെ തന്നെ ചുട്ടെടുക്കലല്ല, ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്ത് അരപ്പ് കുറച്ചും കൂടി ലൂസാക്കി എടുക്കണം. ഞാനിപ്പോൾ ഇതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ദോശ ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ എണ്ണ തടവി കൊടുത്ത് അരപ്പ് ഒഴിച്ച് കൊടുക്കാം. നല്ല ചൂടായ ശേഷം മാത്രം ഇത് ഒഴിച്ച് കൊടുക്കണം. പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും. കാസർഗോഡെല്ലാം അധികവും ബ്രേക്ക്ഫാസ്റ്റിന് ഈ ദോശ തന്നെയാണ് ഉണ്ടാക്കലുള്ളത്. പിന്നെ വേറെ ഏതെല്ലാം ജില്ലകളിൽ ഇത് ഉണ്ടാക്കുന്നതെന്ന് അറിയില്ല. ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടെല്ലാം നമ്മൾ പെട്ടെന്ന് തന്നെ റെഡിയാക്കുന്ന പോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റാണിത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണിത്. പിന്നെ ഇത് ക്രിസ്പി ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. ഇപ്പം ഞാൻ ആദിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. ആദിക്ക് ഇതുപോലെ ക്രിസ്പി ആക്കി ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഇഷ്ടം. ഇത് ലോ ഫ്ലെയിമിലിട്ട് കുറച്ചധികം സമയം വെച്ചാൽ ക്രിസ്പി ആക്കി എടുക്കാം. കുഞ്ഞുങ്ങൾക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ എണ്ണയ്ക്ക് പകരം നെയ്യ് ഒഴിച്ച് കൊടുത്ത് ചുട്ടെടുക്കാം. ഇപ്പോൾ ഞാനിത് സാമ്പാർ കൂട്ടിയിട്ടാണ് കഴിക്കുന്നുള്ളത്. ഈ ദോശയ്ക്ക് കടലക്കറി, ചിക്കൻ കറി, മീൻ കറി എല്ലാ കറി കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇനി ഇതൊന്നും ഇല്ലെങ്കിലും തേങ്ങാ ചട്നി ഉണ്ടല്ലോ, അതുണ്ടെങ്കിൽ അത് മാത്രം മതി. അപ്പോൾ ഇതുവരെ ഈ ദോശ കഴിക്കാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം അറിയിക്കണേ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.